മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കേട്ടത്. ഒരു ഹിന്ദുവിൻ്റെ ശവസംസ്കാരം സ്വന്തം മകളുടെ സ്ഥാനത്ത് നിന്ന് ഒരു മുസ്ലിം വനിത നിർവഹിച്ചു എന്ന വാർത്ത. ഈ വാർത്തയിൽ ആദ്യം അസ്വാഭാവികത ഒന്നും ഉണ്ടായിരുന്നില്ല. മതവും രാഷ്ട്രീയവും മനുഷ്യനെ വേർതിരിക്കുന്ന ഈ കാലത്ത് മനുഷ്യസ്നേഹം കൊണ്ട് അവയെയെല്ലാം മറികടക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു സംഭവം കേരളത്തിൽ അരങ്ങേറി എന്ന് മാത്രമേ എനിക്കും തോന്നിയുള്ളൂ. എന്നാൽ തൊട്ടടുത്ത ദിവസം ചില സംഘടനകൾ ചില തർക്കങ്ങളും ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ ഈ വാർത്തയ്ക്ക് പിന്നിലെ വാർത്തയുടെ വിശേഷം ഒന്ന് അന്വേഷിക്കണം എന്ന് തോന്നി. തിരുവനന്തപുരത്ത് മാത്രമല്ല, നമുക്ക് കാസർഗോഡും ആളുകളുണ്ടല്ലോ. ഈ വാർത്ത വളരെ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിലാണ് ലോകത്താകമാനമുള്ള മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഒരു RSSകാരൻ്റെ ശവസംസ്കാരം എന്ന കൃത്യമായ തലക്കെട്ട് കൊടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചപ്പോൾ ആ സംഭവത്തിലെ ചെമ്പ് തെളിഞ്ഞു. രാഷ്ട്രീയം വ്യക്തമായി. വാർത്ത സൃഷ്ടിച്ചവരുടെ പിന്നിലെ വൃത്തികെട്ട ലക്ഷ്യം കിടന്ന് നാറി പുഴുത്ത് ദുർഗന്ധം പരത്തുന്നു കാസർഗോട്ടും പരിസരത്തും. കാസർഗോഡ് ജില്ലയിലെ മീഞ്ച പഞ്ചായത്തിൽ ചിഗുരുപതെ എന്ന സ്ഥലത്ത് അവിടുത്തുകാരൻ കൂടിയായ നാരായണൻ എന്ന 64കാരനെ ഒരു കടത്തിണ്ണയിൽ അവശനിലയിൽ കണ്ടെത്തുന്നു. ഈ സംഭവം നടക്കുന്നത് ഒരു മാസം മുമ്പാണ്. വായിലെ ക്യാൻസർ ശരീരത്തെ കാർന്നു തിന്നുകയായിരുന്നു. രോഗം അത്രയും മൂർച്ഛിച്ചിരുന്നു. ഒരുപക്ഷെ സ്വന്തം ശരീരമാലിന്യങ്ങൾക്കിടയിൽ കിടക്കേണ്ട അവസ്ഥയിലായിരുന്നു അദ്ദേഹം. ഇവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രൂക്ഷമായ ഗന്ധം കാരണം സമീപവാസികൾ പോലും അടുത്തേക്ക് പോകാൻ മടിച്ചു നിന്നു. നാട്ടുകാരിത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഈ നാരായണന്റെ ബന്ധുക്കളെ ഇവരെ അറിയിച്ചു. ഈ പറഞ്ഞ നാരായണൻ ഒന്നിലധികം തവണ വിവാഹം ചെയ്യുകയും ആ വിവാഹ ബന്ധങ്ങളിലൊക്കെ മക്കളുമുള്ള ആളാണ്. എന്നാൽ കുറെ കാലമായി അയാൾ ഭാര്യമാരും മക്കളുമായി അകന്നു കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരാരും നാരായണന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതിനവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാകും. നാരായണനിൽ നിന്ന് ഒരിക്കലും ഈ രണ്ട് കുടുംബത്തിനും നീതി ലഭിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത്. നാരായണന്റെ ഒരു സഹോദരിയും ചില ബന്ധുക്കളുമൊക്കെ ഈ പഞ്ചായത്തിൽ തന്നെ താമസിക്കുന്നുണ്ട്. അവർക്ക് നാരായണന്റെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ള താല്പര്യമില്ല, അതിനുള്ള പ്രാപ്തിയുമില്ല. ഈ സാഹചര്യത്തിലാണ് പൊതുജനങ്ങൾ ഈ വിവരം പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുന്നത്. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ മുസ്ലിം ലീഗുകാരനായ ഒരു ഷെരീഫാണ്. ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വേണ്ട നടപടി സ്വീകരിക്കാൻ ഉത്തരവാദിത്വമുള്ളത് പഞ്ചായത്ത് മെമ്പർക്കാണ്, അല്ലെങ്കിൽ സ്ഥലത്തെ പോലീസിനാണ്. സാധാരണഗതിയിൽ പഞ്ചായത്ത് മെമ്പർ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ പോലീസ് സ്റ്റേഷനിൽ വരെ അറിയിക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബന്ധുക്കളെ വരെ അറിയിക്കും. ബന്ധുക്കൾ ആരും ബന്ധപ്പെടാതെ വന്നാൽ ഏതെങ്കിലും വൃദ്ധസദനങ്ങൾ അല്ലെങ്കിൽ ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയെ ബന്ധപ്പെട്ട് വേണ്ട നടപടി സ്വീകരിക്കും. അവിടുത്തെ എന്ന് വെച്ചാൽ ഈ മീഞ്ച പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഒരു സഖ്യമാണ്. BJP ആണ് അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയും പ്രതിപക്ഷവും. ഒരു കാലത്ത് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്താണിത്. കാസർഗോഡ് മേഖലയിൽ BJP മെല്ലെ വളർന്നു തുടങ്ങിയപ്പോൾ ഈ BJPയെ എങ്ങനെയെങ്കിലും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി CPM ഒന്നുകിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ലീഗിന് വോട്ട് ചെയ്യും. ഇതാണ് BJPക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കാണുന്ന ഒരു പതിവ്. അവിടെ പതുക്കെ പതുക്കെ CPM അങ്ങ് അവസാനിക്കും. ഈ മീഞ്ച പഞ്ചായത്തിലും അത് തന്നെയാണ് അവസ്ഥ. ഒരു കാലത്ത് ഇടതുപക്ഷം ഭരിച്ചതാണിവിടെ. CPMഉം CPIയും അവർക്കെല്ലാവർക്കും പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ CPM പ്രതിപക്ഷം പോലും അല്ല. ആകെയുള്ള 17 19 അംഗങ്ങളിൽ ഒരേ ഒരു മെമ്പറാണ് ആ പഞ്ചായത്തിൽ CPMനുള്ളത്. ഞാൻ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മെമ്പർ ഷെരീഫ് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ഇർഫാന ഇക്ബാലിനെ ഈ വിവരം അറിയിക്കുന്നു. കാസർഗോഡ് മഞ്ചേശ്വരം ഡിവിഷനിൽ നിന്നുള്ള ലീഗ് മെമ്പറാണ് ഈ ഇർഫാന ഇക്ബാൽ. ഈ വിവരം ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ അറിയിക്കാൻ ഒരു കാരണമുണ്ട്. അവിടെയാണ് ഷേഖ് സായിദ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന ഈ ചിത്രത്തിലേക്ക് വരുന്നത്. ഈ സംഘടന നിങ്ങൾ കരുതുന്നത് പോലെ അബുദാബിയിലെ ഔദ്യോഗിക ഷേഖ് സായിദ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന ലോകപ്രസിദ്ധമായ സംഘടനയുടെ ശാഖയോ അല്ലെങ്കിൽ അതിൻ്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയോ അല്ല. എന്നാൽ ഷേഖ് സായിദിന്റെ പേരും ജീവകാരുണ്യ ദർശനവും ഈ സംഘടനയ്ക്ക് പ്രചോദനമായി, അല്ലെങ്കിൽ ഈ സംഘടന പ്രചോദനമായി സ്വീകരിച്ചിട്ടുണ്ടാകും. അതും വളരെ നല്ല കാര്യമാണ്. ഈ ഷേഖ് സായിദ് ഫൗണ്ടേഷൻ കാസർഗോഡ് ഉപ്പള ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്.
ഒരു NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഈ വാർത്തയ്ക്ക് ശേഷം ഞാൻ അവരുടെ വെബ്സൈറ്റ് ഒക്കെ തിരഞ്ഞു. എന്നാൽ അത്ര ആക്റ്റീവ് അല്ലാത്ത ഒരു FB പേജ് മാത്രമാണ് കിട്ടിയത്. പിന്നെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലും ഉണ്ടാവും. ഈ നമ്മളുടെ ഈ മെമ്പർ ഷെറീഫ് ഇർഫാന ഇക്ബാലിനെ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൂടി ട്രസ്റ്റിയായ അവരും അവരുടെ ഭർത്താവുമെല്ലാം ട്രസ്റ്റികളാണ്. മേൽപ്പറഞ്ഞ ഷേഖ് സായിദ് ഫൗണ്ടേഷൻ പ്രവർത്തകർ സ്ഥലത്തെത്തി ഈ നാരായണനെ ആദ്യം പരിയാരം മെഡിക്കൽ കോളേജിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് നാരായണൻ അന്തരിച്ചു. നാരായണന്റെ മരണവിവരം നാരായണന്റെ ബന്ധുക്കളെ അവരെ അറിയിക്കുന്നു. എന്നാൽ മൃതദേഹം ഏറ്റുവാങ്ങാനും സംസ്കരിക്കാനുമുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലെന്ന് അന്തരിച്ച നാരായണന്റെ സഹോദരി കമല മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്താൻ വേണ്ടിയുള്ള ഒരു അധികാരം ഷേഖ് സായിദ് ഫൗണ്ടേഷന് ലഭിക്കുന്നു. അവർ തന്നെ അവകാശപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫൗണ്ടേഷന്റെ ട്രസ്റ്റി ടീമിൽ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യുന്നതിനായി വേറെ 3 ട്രസ്റ്റിമാരുണ്ട്. അവരിൽ ഒരാൾ കൊണ്ടയൂർ നിത്യാനന്ദ സ്വാമിയാണ്. ഞാൻ ഒരിക്കൽ ആ ആശ്രമത്തിൽ പോയിട്ടുണ്ട്, കൊണ്ടയൂർ ആശ്രമത്തിൽ. എന്നാൽ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഈ കൊണ്ടയൂർ ആശ്രമം ഈ പ്രവർത്തനങ്ങളിൽ കുറച്ച് നാളായി സഹകരിക്കുന്നുണ്ട്. വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന ഒരു ഹിന്ദു അന്തരിച്ചാൽ ഈ ഫൗണ്ടേഷൻ കൊണ്ടയൂർ സ്വാമിയുടെ സഹായം തേടും. ദഹനകർമ്മം മുതൽ എല്ലാ ആചാരങ്ങളും പൂജകളും ഒക്കെ അദ്ദേഹം തന്നെ ക്രമീകരിക്കും. അതുപോലെ ഒരു ക്രിസ്ത്യൻ അന്തരിച്ചാൽ വൈദികന്റെ സഹായം തേടും. മുസ്ലിം ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. എന്നാൽ പിന്നീടാണ് ചില സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു വരുന്നത്. നാരായണന്റെ മരണവാർത്ത ഇവർ നടപടി പ്രകാരം ബന്ധുക്കളെ അറിയിച്ചു. ബന്ധുക്കൾ കൈയൊഴിഞ്ഞപ്പോൾ അവർ കൊണ്ടയൂർ ആശ്രമത്തിൽ സ്വാമിയെ ഇവരെ അറിയിച്ചു. മരണാനന്തര കാര്യങ്ങൾക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കൊണ്ടയൂർ സ്വാമി ചുമതലപ്പെടുത്തിയത് സേവാഭാരതി പ്രവർത്തകരെയാണ്. ആ സേവാഭാരതി പ്രവർത്തകർ തന്നെയാണ് പൊതുശ്മശാനത്തിൽ ചിത ഒരുക്കിയതും ചിതയ്ക്ക് അഗ്നി പകർന്നതുമെല്ലാം. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായത്? ഈ നാരായണൻ ഒരു RSSകാരനാണെന്ന് ആരാണ് പ്രചരിപ്പിച്ചത്? അവിടെയാണ് ഈ ഫൗണ്ടേഷനും അതിൻ്റെ പ്രവർത്തകരും ഈ മെമ്പറും മറ്റേ മെമ്പറും ഒക്കെ പ്രതിക്കൂട്ടിലാകുന്നത്. ഈ വാർത്ത ഇങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായി BJPയും സേവാഭാരതിയും രംഗത്ത് വന്നു. അവർ അതിന് മറുപടി പറഞ്ഞു. അവർ പറഞ്ഞത് നാരായണനെ പഞ്ചായത്ത് മെമ്പർ ഷെറീഫ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചതും ചികിത്സയ്ക്ക് ഏർപ്പാട് ചെയ്തതും ഈ ഫൗണ്ടേഷൻ തന്നെയാണ്. അതിൽ ആർക്കും സംശയമില്ല. എന്നാൽ ആശ്രമത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ശവസംസ്കാരത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതും ശവസംസ്കാരം നടത്തിയതും സേവാഭാരതിയാണ്. അവർ അതിനുള്ള തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ആശ്രമത്തിൽ നിന്ന് അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച രഘു, അദ്ദേഹം സേവാഭാരതി പ്രവർത്തകനാണെന്നാണ് തോന്നുന്നത്. ആചാരപ്രകാരം ചിത കൊളുത്തിയ ശേഷം പിന്നീട് മെമ്പറുടെ ഭർത്താവ് ഈ പറയുന്ന മെമ്പറെ കൊണ്ട് ചൂട്ട് പിടിപ്പിച്ച് ഫോട്ടോ എടുത്ത് അത് പത്രക്കാർക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ തന്നെ അതിലെ രാഷ്ട്രീയം അത് കണ്ടവർക്കെല്ലാവർക്കും മനസ്സിലായി. സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ ഒരു മൃതദേഹം വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം ഓർമ്മിപ്പിച്ചു നാരായണന്റെ ഈ ശവസംസ്കാരം. ഒരു അനാഥപ്രേതം പോലെ അവസാനകാലം ജീവിച്ച് ഒത്തിരി വേദന അനുഭവിച്ച് മരിച്ച ഒരു മനുഷ്യന്റെ മൃതദേഹം വെച്ച് വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നു ലീഗും അവരുടെ 2 ജനപ്രതിനിധികളും കൂടി. അതൊരു വിവാദമായാൽ CPM ഉൾപ്പെടെയുള്ളവർ ലീഗിനോടൊപ്പം നിൽക്കും. കാരണം മറുവശത്ത് സേവാഭാരതിയാണല്ലോ. ഒരു കാര്യം ഈ 2 ജനപ്രതിനിധികളും മനസ്സിലാക്കണം. ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് പാണക്കാട് ഭണ്ഡാരത്തിൽ നിന്നല്ല, ഇവിടുത്തെ പാവപ്പെട്ടവന്റെ നികുതി പണത്തിൽ നിന്നാണ്. അതിൽ ലീഗ് മാത്രമല്ല ഉള്ളത്, എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇനി ഒരു മതവും ഇല്ലാത്തവരുമുണ്ട്. നാരായണന്റെ മൃതദേഹവുമായി കോഴിക്കോട്ട് നിന്ന് ഉപ്പളയിലേക്കുള്ള യാത്രയിൽ സകലമാന ചാനലുകളെയും പത്രങ്ങളെയും വിളിച്ച് വിവരം പറയുന്നു. അങ്ങനെ നിരവധി ക്യാമറകൾ അവിടെ എത്തിച്ചേരുന്നു. മെമ്പർ മാറിയും തിരിഞ്ഞും നടന്നും ഇരുന്നുമൊക്കെ ലൈവ് കൊടുക്കുന്നു. ഇതിനിടയിൽ കൂടെ ഉണ്ടായിരുന്ന ഈ സംഘടനയുടെ സ്റ്റിക്കർ ഒട്ടിച്ച ബനിയനിട്ട് ഒരാളെ പിടിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്നു, അത് പ്രസിദ്ധീകരിക്കുന്നു, വീഡിയോ പിടിക്കുന്നു, ചൂട്ടെടുക്കുന്നു, വെക്കുന്നു, കത്തിക്കുന്നു. അവരുടെ ഒരു കഷ്ടപ്പാടൊന്ന് നോക്കണേ. ഇതിനിടയിൽ ഈ സേവാഭാരതി പ്രവർത്തകനെ ബോധപൂർവം ഫോട്ടോയിൽ നിന്ന് ഒഴിവാക്കാൻ പെടുന്ന പാട് കണ്ട് ഇത് കാണുന്നവരൊക്കെ ചിരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ പരിപാടിയുടെ ക്രെഡിറ്റ് മുഴുവൻ ഇർഫാന ഇക്ബാലിന് തന്നെ വേണം. ആയിക്കോട്ടെ, അതിനെന്തിനാണ് ഈ RSSനെ പിടിച്ച് ഇതിനിടയിലിടുന്നത്? ഇത്തരം ഷോകളും ഫോട്ടോഷൂട്ട് കലാപരിപാടികളുമൊന്നും അവരുടെ ഒരു ശീലമല്ല, അത് നമുക്കറിയാം. ഇടത് കൈ പോലും അറിയാതെ ഒരു കാര്യം ചെയ്യുന്നതാണ് അവരുടെ ശീലം. അതിനാൽ ഇർഫാന വെറുതെ ഇത് തീ പിടിപ്പിച്ച് വിയർക്കേണ്ട കാര്യമില്ല. ഏതോ ഒരു ഫൗണ്ടേഷന് വേണ്ടി, അവരുടെ പരസ്യത്തിന് വേണ്ടി, അവരുടെ ഫണ്ട് പിരിവിനും അവരുടെ പ്രമോഷനും വേണ്ടി
നിങ്ങൾ ജനങ്ങൾ തന്ന പദവി ദുരുപയോഗം ചെയ്തു. അത് മാത്രമല്ല, നാരായണൻ എന്ന വ്യക്തിക്ക് ഭരണഘടനാപരമായിട്ട് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് സത്യത്തിൽ നിഷേധിക്കുകയാണ് ചെയ്തത്. പകരം നിങ്ങളുടെ സ്വകാര്യ സ്വത്തായ ഒരു സംഘടനയുടെ പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു ടൂളാക്കി നാരായണന്റെ ജീവിതവും നാരായണന്റെ മരണവും നിങ്ങൾ ഉപയോഗിച്ചു. നിങ്ങൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ ട്രസ്റ്റി എന്ന നിലയിൽ 100% ഉത്തരവാദിത്വം കാണിച്ചു, അതിന് അഭിനന്ദനങ്ങൾ. എന്നാൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ രണ്ടും 100% പരാജയമായിരുന്നു. സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ് നിങ്ങൾ നടത്തിയത്. സത്യപ്രതിജ്ഞയ്ക്കൊക്കെ ഇപ്പോൾ എന്താണ് വില, അല്ലേ? ഇർഫാനയുടെ സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് വായിക്കാം. ഒരു പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂ ആണ്. ഈ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് BJPയോ സേവാഭാരതിയോ അല്ല എന്നാണ് അവർ പറയുന്നത്. എല്ലായ്പ്പോഴും അത് ഏകോപിപ്പിക്കുന്നത് സ്വാമിജിയാണ്. മുൻപ് ചില പ്രാദേശിക RSS പ്രവർത്തകരും ഒക്കെ അവരോട് സഹകരിക്കാറുണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ആ സഹകരണം ഒന്ന് കുറഞ്ഞു. ഈ വിഷയത്തെക്കുറിച്ചും ഞങ്ങൾ സ്വാമിജിയുമായിട്ട് സംസാരിച്ചു, സ്വാമിജിയെ അറിയിച്ചു. BJPയുടെ സമ്മർദ്ദം വർദ്ധിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ഇർഫാനയുടെ വാക്കുകൾ. ആശ്രമം സ്വാമി ഈ പറയുന്ന സംഘടനയുടെ ട്രസ്റ്റി ആണെങ്കിൽ ആശ്രമത്തിലെ സ്വാമിയുടെ പേരിൽ ഒരു ഗുരുതരമായ രാഷ്ട്രീയ ആരോപണമാണ് ഈ ജനപ്രതിനിധി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആശ്രമത്തിന് രാഷ്ട്രീയമുണ്ടെങ്കിൽ അതായിരിക്കൂ, ആർക്കും ഒരു പരാതിയില്ല. ഇതാണ് ഇർഫാനയുടെ വാക്കുകൾ. അത് തുടർന്ന് കേൾക്കാം. അവർ പറയുന്ന വാക്കുകളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓരോ ഹിന്ദുവും BJPയോ സേവാഭാരതിയോ അല്ല. എന്തിനാണ് BJP ഈ സംഭവത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത്? അതൊരു സാധാരണ മനുഷ്യ സ്നേഹത്തിന്റെ പ്രവൃത്തിയായി ഒരിക്കലും കാണാൻ കഴിയില്ല. ഇത് ശ്രീമതി ഇർഫാന. ഓരോ ഹിന്ദുവും BJPയോ സേവാഭാരതിയോ അല്ല എന്നത് സമ്മതിക്കുന്നു. എന്നാൽ കാണുന്ന എല്ലാ ഹിന്ദുവും എന്ന് മുതലാണ് ഇർഫാനയ്ക്ക് RSS ആയത്? പിന്നെ ഈ പറഞ്ഞ ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷനും കൊണ്ടയൂർ ആശ്രമവും നടത്തുന്നതിനേക്കാൾ കൂടുതൽ ചാരിറ്റി ഈ സേവാഭാരതിയും RSSും ഒക്കെ നടത്തുന്നുണ്ട്. ഈ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുട്ബോൾ ലോകകപ്പ് പോലെ ഒരു വലിയ കപ്പ് കിട്ടുന്ന മത്സരമാണെന്ന വിശ്വാസമില്ലാത്തത് കൊണ്ട് അവർ കപ്പ് വാങ്ങാനും ഫോട്ടോ എടുക്കാനും റീലുകൾ നിറച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട് വൈറലാകാനും ശ്രമിച്ചിട്ടില്ല എന്നത് മാത്രം.